പഠിച്ച് തത്ത് പറയും പോലെ പറ. വാ വാ വേഗാവട്ടെ. Good morning, rascals. Good morning, rascals and bloody fools. അയ്യോ. Good morning, rascals and bloody fools. I am an idiot and Kerala is elephant country. I am an idiot and Kerala is elephant country. ഇന്ന് ഈ പ്രസംഗം കഴിയുമ്പോ ഇവളുടെ കാര്യത്തിൽ ഒരു ധാരണയാകും. അതുറപ്പാ. അവളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ. Good morning, rascals and bloody fools. Good morning, rascals and bloody fools. ചേച്ചി എന്തി? ചേച്ചി മോളിലാ. അരവിന്ദേ, കല്യാണി റെഡിയായി നോക്ക്. റെഡിയല്ലേ? അനിയ കുഞ്ഞെ, ഒരു 5 മിനിറ്റ് കൂടി. നീ അത് കാണാതെ പഠിച്ചില്ലേ? അതൊക്കെ മതി. അങ്ങ് വന്നേ, എല്ലാം ഓക്കെയാ. അയ്യോ, എല്ലാം കാണാതെ പഠിച്ചു. പക്ഷേ ഒരു പക്ഷേയില്ല. നീ വന്നേ. ദേ, ഈ ലോകത്ത് നിനക്ക് നിന്നെ വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. യു ആർ ദ ബെസ്റ്റ്. അനിയ കുഞ്ഞെ, ഒരു 2 മിനിറ്റ് കൂടി. സോറി കല്യാണി, ഇനി സമയമില്ല. ദേ, നീ ഇതിവിടെ വേം വെച്ചിട്ട് വന്നേ. വാ, അവരുടെ വെയിറ്റിംഗാ. വേം വാ. Excuse me. It's too awesome. രാജീവ് സർ, വലിയ പോയി വിളിച്ചിട്ട് വാ. കൂട്ടാ രാജീവ് സർ, രാജീവ് സർ, രാജീവ് സർ, 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 രാജീവ് സർ. വലിയ രാജീവ് സർ, സർ, രാജീവ് സർ, രാജീവ് സർ, സർ എഴുന്നേക്ക്. സർ, ചേച്ചി. അയ്യോ,
രാജീവേ 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 കല്യാണി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. രാജീവേ രാജീവേ അരവിന്ദേ പിടിക്ക. രാജീവേ 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 കുടിക്കേ. രാജീവേ എന്തു പറ്റി? എന്താണെന്ന് അറിയാമോ സാർ? ഒരു ജ്യൂസ് കുടിച്ചതാ. എനിക്ക് വയ്യ സാർ, തീരെ വയ്യ. രാജീവേ 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 ബ്രോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഷൂട്ടിംഗ് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ? നീ ആദ്യം രാജീവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യും. ആ ഞാനിപ്പോ എന്റെ കൂട്ടുകാരനെ വിളിക്കാം. ആടാ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് KYC ഓഡിറ്റോറിയത്തിലേക്ക് വിടണം. അതൊക്കെ പറയാം, പറ്റുമെങ്കിൽ നീ കൂടെ വാ. ശരി. ഏതായാലും കാര്യം സക്സസ് ആയി. വിലാസിനി നീ ഒരു സംഭവം തന്നെ. യെസ്. ബ്രോ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ എത്തും. രാജീവേ 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 എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്?
എന്റെ ഇളയമ്മയ്ക്ക് ഈ വേഷം കിട്ടൊന്നും മനസ്സിലായില്ലേ? കല്യാണ ചെറുക്കൻ. അരവിന്ദേ, നിന്റെ കുട്ടിക്കളി അല്ലിത്. ആനന്ദേ, ഇവൻ അന്തവും കുന്തവും ഇല്ലാത്ത ചെക്കനാ, അറിയാലോ. ഇവൻ പലതും പറയും. നീ ഇവൻ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കരുത്. ഇളമേ, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. ഈ തീരുമാനം നിന്റെ അമ്മയ്ക്ക് അറിയാമോ? അമ്മയെ വിളിച്ചിരുന്നു, ഉറക്കത്തില്ല, ഡിസ്റ്റർബ് ചെയ്തില്ല. കൊള്ളാം. ആ കല്യാണിയുടെ ചെക്കനായിട്ട് നീ ഡെമോ ചെയ്യാൻ പോവാ അല്ലേ? ഇത് അഖിലേച്ചി അറിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഈ ഡെമോ കല്യാണം നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ. ഇളയമ്മ അമ്മയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഈ ചടങ്ങുകളൊക്കെ ശരിയാണോ എന്ന് നോക്കി നിൽക്ക്. ഓക്കെ ബ്രോ? ഇനി പെണ്ണിനെ വിളിക്കാം. ആ ശരി. കല്യാണി വാ. ഇരുന്നാട്ടെ. വെറുതെ അമ്മയ്ക്ക് സംശയം കൊടുക്കരുത് പ്ലീസ്. ആനന്ദേ, ഷൂട്ടൊക്കെ നന്നായിട്ട് നടന്നില്ലേ? നന്നായിട്ട് നടന്നമ്മേ. പക്ഷേ ആനന്ദിന്റെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ. ഏയ് ഒന്നുമില്ലമ്മേ, ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണ്, പ്രൊജക്ട് ഓക്കെ ആവും. ക്ലയന്റ് ഓക്കെ, ആർ യു സാറ്റിസ്ഫൈഡ്? അതാ എന്റെ സംശയം. ഓക്കെ ആണമ്മേ, കുഴപ്പമൊന്നുമില്ല. നിന്റെ സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ കണ്ണുകളിൽ അതിന്റെ തൃപ്തിയില്ല. ഓരോ പുതിയ പ്രോജക്റ്റ് കിട്ടുമ്പോഴും എന്റെ മകന്റെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു തിളക്കം ഇന്നമ്മ കണ്ടില്ല. അതാ ചോദിച്ച്. ഓക്കെ, ലീവ് ഇറ്റ്. പ്രോജക്റ്റ് സൈൻ ചെയ്തില്ലേ? ആ ചെയ്തമ്മേ.
അവിടെ നടന്ന ഒരു പ്രധാന കാര്യം നീ ചേച്ചിയോട് പറഞ്ഞായിരുന്നോ? ചേച്ചിയുടെ മുഖം കണ്ടിട്ട് അത് അറിഞ്ഞ മട്ടില്ലല്ലോ. എന്ത് കാര്യം? ആ അപ്പൊ ചേച്ചി അറിഞ്ഞിട്ടില്ല? ആനന്ദേ, ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? നീ പറയുന്നോ അതോ ഞാൻ തന്നെ പറയണോ ഇനി? ശരി, നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഇനിയിപ്പൊ ഞാൻ തന്നെ പറയാം. വേറൊന്നും അല്ല ചേച്ചി, ആ സായിപ്പിന്റെ മുന്നിലേ കല്യാണി മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടാൻ താലികെട്ട് കഴിഞ്ഞിട്ട് കല്യാണി ഇംഗ്ലീഷിലൊരു പ്രസംഗം നടത്തി. ആഹാ, മൈ ഗോഡ്, പ്രസംഗം ഉണ്ടായിരുന്നു. അതിന് കല്യാണിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊക്കെ അറിയൂ? അതമ്മ ബ്രോ പറഞ്ഞു കൊടുത്ത് മലയാളത്തിൽ എഴുതി കാണാതെ പഠിച്ച് അവതരിപ്പിച്ചതാ. ഗുഡ്. പക്ഷേ എനിക്കൊരു ഡൗട്ട്. നീ ഈ വീട്ടിലല്ലായിരുന്നു, പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി. പക്ഷേ കുറച്ചു മുമ്പ് അനിയൻ കുട്ടനെ പുറത്തു വെച്ച് ഞാൻ കണ്ടു. അവനാ അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. ഓ, അത് ശരി. എല്ലാവർക്കും ഷൂട്ടിന്റെ ക്ഷീണം കാണുമല്ലോ, പോയി റെസ്റ്റ് എടുക്കും. എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ഇവിടെ അടുത്തുള്ള സ്കൂളിലെ വാർഷികത്തിന് ചീഫ് ഗസ്റ്റാ. നിന്റെ ആഗ്രഹം ഇനി താമസിയാൻ നടക്കുവാക്കില്ല. ആനന്ദിന്റെ പെണ്ണ് നമ്മുടെ തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ട്, ദേ അപ്പുറത്ത്. ഇനി നമ്മൾ അവളെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഒരു മിനിറ്റ്, ഗൾഫിൽ നിന്നാ അബൂബക്കർ. അബൂബക്കർ, നമ്മുടെ കമ്പനി ബ്രാഞ്ച് തുടങ്ങുന്നതിന്റെ കാര്യം എന്തായി? എവിടെ എവിടെ? ഹലോ ഹലോ, ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങി സംസാരിച്ചിട്ട്. ശരി. ഹലോ ഹലോ, കേൾക്കാമോ? മതി. നീ ആ വാതിലടച്ചേക്ക്. എനിക്ക് രക്തം വരെ തന്നെ രക്ഷിച്ച മനസ്സ്, ആ മനസ്സിലെന്തോ ഹരിതാത്തത് സംഭവിച്ചു എന്ന് തോന്നലുണ്ടായി കാണും. മാഡം അറിയുന്നതിന് മുമ്പ് ആ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാലോ? നീ പോയില്ലായിരുന്നോ? ഉറക്കം വരാത്തോണ്ടല്ലേ മാഡം ആ സമയത്ത് കുടിക്കാൻ ചോദിച്ചത്. ഞാൻ കുറച്ചു നേരം കാലമർത്തി തന്നാ ചിലപ്പോ നല്ല ഉറക്കം കിട്ടും. ഏയ്, അതൊന്നും വേണ്ട കല്യാണി. നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. ദാസേട്ടൻ തിരക്കും തന്നെ. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് കുടുംബങ്ങള് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നതിന് കാരണക്കാരിയായ മാഡം ഇങ്ങനെ ഉറക്കം വരാതെ കിടക്കുമ്പോ കല്യാണിക്ക് പോവാൻ തോന്നുന്നില്ല.
ഞാൻ കാല് തിരുമ്മിത്തരാം മാഡം. കുറച്ചു നേരം മതി, അപ്പോഴേക്കും ഉറക്കം കിട്ടിക്കോളും. ശരി ശരി, എന്റെ ഇഷ്ടം പോലെ ആയിക്കോ. പോകുമ്പോ വാതിലടച്ചേക്കണം. ഉം. മാഡം, എന്നോട് പൊറുക്കണം. വെറും കല്യാണം അഭിനയിക്കാൻ പോയ ഞാനിപ്പോ നിരന്തരം ജീവിതം തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സത്യം തുറന്നു പറയാനാവാതെ ഓരോ നിമിഷവും നീറി മരിച്ചുകൊണ്ടിരിക്കുക. ഇനി എനിക്ക് പറ്റുന്നില്ല എനിക്ക്. എല്ലാം പുറത്ത് മാപ്പ് തരണം. മാപ്പ്. നിനക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നോടുള്ള അടുപ്പം പോലെ ലോകത്തൊരമ്മയും ഒരു മകനോട് അടുപ്പം കാണിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതെന്റെ തോന്നലാവും. എന്നാലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ഇന്നുവരെ അമ്മ വരച്ച വരയ്ക്കപ്പുറം പോയിട്ടില്ല ഞാൻ. പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അമ്മയുടെ തണലേറ്റ് നിൽക്കാനാണ് ഞാൻ എന്നും കൊതിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അമ്മയോട് ഞാനത് മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. അതാണ് അമ്മയോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നത്. വലിയൊരു അപരാധം ചെയ്ത പോലെ. അമ്മയുടെ അനുവാദം വാങ്ങാതെ ഒരിക്കലും ഞാൻ ആ ഡെമോ കല്യാണത്തിന് തയ്യാറാകരുതായിരുന്നു. ഇതാരാ രാവിലെ ഒരുത്തം വന്ന് കുടികിടക്കുന്നേ? ആള് വടിയായോ? ലക്ഷണം കണ്ടിട്ട് പിരിവാണെന്ന് തോന്നുന്നില്ല. ഓ, ബ്രോക്കർ. അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകേണ്ടവളുടെ ഫോട്ടോയായിട്ട് വന്നതായിരിക്കും. വെറുതെ ടൈം വേസ്റ്റാ. എന്റെ ജയന്തി ഇവിടെ ഇരിക്കുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ അനുവദിക്കില്ല ഞാൻ. അല്ല, അവളെവിടെ? ആ, കിച്ചണിലായിരിക്കും. പോയി നോക്കിക്കളെ. കളി ജയിക്കണമെങ്കിൽ ഗ്യാലറിയിലിരുന്ന് കപ്പലണ്ടിയും കുറച്ച് കൈയടിച്ചിട്ട് കാര്യമില്ല. കളത്തിലിറങ്ങി കളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അഖിലാണ്ടേശ്വരി വാ തുറന്ന തൃച്ചംബരത്ത് വന്നു കയറാനുള്ള മൂത്ത മരുമകൾ അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, മറ്റേതായിരിക്കണം, മറിച്ചതായിരിക്കണം, മാങ്ങാ തൊലിയായിരിക്കണം എന്ന് ഒരേ തള്ളല. ഇതിപ്പോ ഇയാള് കൊണ്ടുവന്നിരിക്കുന്ന മരമോന്തകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടുകളയാം. നമസ്കാരം. സോറി മാഡം. നമസ്കാരം മാഡം. രാവിലെ ഗുരുവായൂരിൽ നിന്ന് ട്രെയിനിൽ വന്നതേ ഉള്ളൂ. ഉറക്കം ശരിയായില്ല, അതാ. ശരി ശരി, കൊണ്ടുവന്ന ഫോട്ടോസ് ഒക്കെ ഇങ്ങെടുക്ക്, കാണട്ടെ. അല്ല, കക്ഷത്തൊരു ഡയറി ഒന്നും കാണുന്നില്ലല്ലോ. ഫോട്ടോസ് ഒന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, അതൊക്കെ പഴഞ്ഞ ഏർപ്പാടല്ലേ മാഡം.
അതെ, ഫോട്ടോസും ഡയറിയും ഒന്നും ഇപ്പൊ കൊണ്ട് നടക്കാറില്ല. ഫോട്ടോ ഒന്നും ഇല്ലെന്നോ? അപ്പൊ പിന്നെ താൻ എവിടുത്തെ ബ്രോക്കറാ? ഛേ, അഖിലേച്ചി ഇപ്പൊ പെൺകുട്ടികളുടെ ഫോട്ടോ കാണാൻ വരുമ്പോ താൻ എന്ത് പറയും? ഡാൻസ് കളിച്ച് കാണിക്കോ ഇങ്ങനെ? സോറി മാഡം, മാഡം ഒട്ടും അപ്ഡേറ്റഡ് അല്ലാന്ന് മനസ്സിലായി. ഏ? ഞങ്ങളെ ആരും ഇപ്പം ബ്രോക്കർ എന്ന് വിളിക്കാറില്ല. വി ആർ മീഡിയേറ്റേഴ്സ്. ഓ, ബ്രൈഡിനും ഗ്രൂമിനും ഇടയിൽ ഞങ്ങൾ മീഡിയേറ്ററായി വർക്ക് ചെയ്യും. അലയൻസ് ഓക്കെ ആയാൽ ഫീസ് ഉണ്ടാവും. അതിനാവശ്യം 2 ഇൻസ്ട്രുമെന്റ്സാ. ഒന്ന് ദാ ഇതും, ദാ പിന്നെ ഇതും. എന്റെ ഇളയമ്മ, പഴയ കാലവും നല്ലത്. ദേ, ഇദ്ദേഹത്തിന്റെ വേഷമെങ്കിലും പഴയതാണെന്ന് പറയാം. മറ്റുള്ളവരെല്ലാം ഷൂസും ടൈയൊക്കെ ഇട്ട് വെൽ എക്സിക്യൂട്ടീവ് ലുക്കില. പിന്നെ ഇപ്പൊ പെണ്ണും ചെറുക്കനും ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്ന, ഫേസ്ബുക്കിലൂടെ സംസാരിക്കും, വാട്സപ്പിലൂടെ പ്രണയിക്കും, പിന്നെ സ്കൈപ്പിലൂടെ കല്യാണം കഴിച്ച് ട്വിറ്ററിലൂടെ ഡിവേഴ്സ് ചെയ്ത് അവരവരുടെ പാട് നോക്കി പോവും. ഓഹോ. ഇതാണ് ഇപ്പോഴത്തെ റൂട്ടീൻ. ഇത്ര അഡ്വാൻസ്ഡ് ആ ലോകം ഇപ്പോ. അയ്യോ, മതി മതി, നീ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആദ്യ രാത്രിയെങ്കിലും പെണ്ണും ചെക്കനും തമ്മിൽ കാണുവോ? അതറിഞ്ഞാ മതി എനിക്ക്. അതൊരു ചോദ്യമാണ്. ആ, പക്ഷെ തൽക്കാലം ഉത്തരം പറയാൻ ഇളയമ ആയതുകൊണ്ടും ഞാനായതുകൊണ്ടും ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. ആ ശരി. ദേ, അമ്മ ഇപ്പൊ വരും. ആ, വന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മോർണിംഗ്. ഇരിക്കൂ. ഓ, പിന്നെ എങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് വേണ്ടതെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? പറഞ്ഞിരുന്നു സാർ. അതുകൊണ്ട് തൃച്ചംബരത്തെ അന്തസ്സിനും സ്റ്റാറ്റസിനും ചേർന്ന പെൺകുട്ടികളുടെ ഫോട്ടോ മാത്രം കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഓ, വേറെ ഫോട്ടോസ് ഒന്നും കാണിച്ച് വെറുതെ സമയം മെനക്കെടുത്തണ്ട. ഇല്ല മാഡം, മാഡം പറഞ്ഞ പോലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസാണ് ഞാൻ ഈ പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ലാപ്ടോപ്പിലോ ടിവിയിലോ പ്ലേ ചെയ്യുമ്പോൾ ഓരോ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ പറയാം. എല്ലാവർക്കും ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാമല്ലോ. ഓക്കെ, റൈറ്റ്. കമല, യെസ് മാഡം. ആ പെൻഡ്രൈവ് വാങ്ങി ടിവിയിൽ കണക്ട് ചെയ്ത് പ്ലേ ചെയ്യും.